ഹായ്, എല്ലാവർക്കും ഫുഡ് കൊറിയയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള പുളിമിഠായിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാമോളം പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് അരമണിക്കൂറായി കുതിർത്ത് വെച്ചതാണത്. അതിലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുളി നല്ല പുളിയുള്ളതാണ്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ 50 ഗ്രാം പഞ്ചസാരയും ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര മുഴുവനൊന്ന് നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ വല്ല പൊടിയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ശർക്കര ഇപ്പോൾ നന്നായി ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര എപ്പോഴും അരിച്ചെടുക്കണം നമ്മളിങ്ങനത്തെ മിഠായികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ സമയം കൊണ്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ പുളി ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ പുളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പുളി ഇവിടെ നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കര ഇങ്ങനെ നന്നായി ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി നന്നായി ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പുളിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില പുളിയിൽ ഉപ്പ് ആദ്യം തന്നെ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഉപ്പില്ലാത്ത പുളിയാണ്, അപ്പോൾ ഞാനിതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് വരും. ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റായി. ഇപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പുളിയിലുള്ള വെള്ളവും ശർക്കരയിലെ വെള്ളവും എല്ലാം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനൊരു എരിവും കൂടെ ഉണ്ടെങ്കിലേ ഇതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് അടർന്നു പോരുന്നതാണ് ഇതിൻ്റെ പരുവം. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇറക്കി വെക്കാനായ സമയത്ത് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എടുത്ത് വെച്ചുള്ള പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമുക്ക് പ്ലാസ്റ്റിക് റാപ്പറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കയ്യിലിട്ട് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. പ്ലാസ്റ്റിക് റാപ്പറിൽ ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ഇതിനെ ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കയ്യിൽ ഇട്ട് ഉരുട്ടിയിട്ട് നമുക്കിങ്ങനെ ബോളാക്കി മാറ്റാം. ഈ ബോളൊന്ന് പഞ്ചസാരയിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് പഞ്ചസാരയിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളിമിഠായി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുളിമിഠായി റെഡി ആയിട്ടുണ്ട്. കുറച്ചെണ്ണം ഞാൻ പ്ലാസ്റ്റിക് റാപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണം ഞാനിങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ച വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. Thank you.